اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. الله سبحانه وتعالى നമ്മുടെ KICRലെ പല പരിപാടികളിൽപ്പെട്ട വളരെ ഉപകാരപ്രദവും പഠനാർഹവുമായ ബുശ്റാക്കുമുൽ യൗം എന്ന ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഇത് നമ്മുടെ വിജയത്തിന് ഉള്ള സബബായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. വളരെ അമൽ കുറഞ്ഞവരാണ് നമ്മൾ. എല്ലാ അമലുകളും ചെറിയ ചെറിയ അമലുകൾ അവ പൊളിച്ചു കളയുന്ന മാനസിക വൈകൃതങ്ങളെ തൊട്ട് പരിശുദ്ധമാക്കുകയും നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യട്ടെ. പല സുഹൃത്തുക്കളും ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. നമ്മുടെയും നമ്മോട് ദുആ വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള വേദനകളും നൊമ്പരങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ച് ദുനിയാവിലും ആഖിറത്തിലും ഖൈറിന്റെ അഹ്ലുകാരിൽ നമ്മയും അഹ്ലുകാരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മിൽ നിന്ന് നിരവധി ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മാതാപിതാക്കളും ജ്യേഷ്ഠാനുജന്മാരും സുഹൃത്തുക്കളും അങ്ങനെ പലരും. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു സ്വർഗീയ ഭവനമാക്കുകയും വിശാലമാക്കുകയും അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ അടുത്ത് നമ്മിൽ നിന്ന് ഏറ്റവും അവസാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയും ജംഇയ്യത്തുൽ മുദർരിസീൻ സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം ദീനീ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് കിഴക്കൻ ഏറനാട്ടിൽ വളരെ ചെറുപ്പം മുതൽ ഓടി നടന്ന് പ്രവർത്തിച്ച് കഠിനാധ്വാനം ചെയ്ത് ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ വലിയ പങ്ക് നിർവഹിച്ച ബഹുമാനപ്പെട്ട ജലീൽ ഫൈസി ഉസ്താദ് പുല്ലങ്കോട്, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർകളുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനർത്ഥങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അഫ്വു ചെയ്തു കൊടുക്കട്ടെ. സാന്ദർഭികമായി വിഷയവുമായി ബന്ധമുള്ളതല്ലെങ്കിലും ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് അറിഞ്ഞ ആ ദിവസം പല സമയത്തും ആശ്ചര്യപ്പെട്ടതുപോലെ എന്റെ മനസ്സിൽ ഒരു ആശ്ചര്യം, ഒരു വല്ലാത്ത ഒരു അമ്പരപ്പ് എന്റെ ഹൃദയത്തിലുണ്ടായി. പലപ്പോഴും മുമ്പ് സംസ്ഥയുടെ ആലിമീങ്ങൾ വഫാത്താകുന്ന സമയത്തൊക്കെ ഉണ്ടായതുപോലെ. കാരണം ഒരു മനുഷ്യന്റെ ജീവിതം എത്രമാത്രം ശരിയായിരുന്നു, അയാളുടെ വഴി എത്രമാത്രം ക്ലിയർ ആയിരുന്നു എന്നതിന്റെ തെളിവ്, അല്ലെങ്കിൽ അതിന്റെ സമറത്ത്, ഫലം എന്താണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യന്റെ ആഖിബത്ത് നന്നാവലാണ്.
ബഹുമാനപ്പെട്ട ജലീൽ ഫൈസി ഉസ്താദിന്റെ ആ വഫാത്ത് ദിവസം അത്ഭുതപ്പെട്ടുപോയി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി തന്റെ ജീവിതകാലം മുഴുവനും ഓടി നടന്ന ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നല്ല ദിവസം, ഒരു മനുഷ്യൻ മരിക്കാൻ, ഒരു മനുഷ്യന്റെ റൂഹ് വിടുന്ന ഒരു ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചത്. സമസ്തയുടെ ആലിമീങ്ങളിൽ മുഴുവനും നമുക്ക് ഇത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അതുപോലെയുള്ള സുന്ദരമായ റാഹത്തുള്ള ആഖിബത്ത് നമുക്കും അഹ്ലികാർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ഇതിന്റെ കുടക്കീഴിൽ, ഇതിന്റെ പിന്നിൽ നിന്ന് മഹാന്മാരായ ആലിമീങ്ങളുടെ ഖദമിന്റെ തഹ്തിലായി ഈ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കാനും അണുകിട മാറി ചിന്തിക്കുകയോ വ്യതിചലിക്കുകയോ ചെയ്യാതെ അവസാന ശ്വാസം വരെയും ഈ പതാകയ്ക്ക് പിന്നിൽ നിൽക്കാനും അതുവഴി ആഖിബത്ത് നന്നാവാനും അല്ലാഹു തആല നമുക്കും അഹ്ലുകാർക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ ദുആ ചെയ്യുകയാണ്. അൽ ബസ്മല എന്നതാണ് ഇന്ന് ബുശ്റാക്കുമുൽ യൗമിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അൽ ബസ്മല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നമ്മൾ ചുരുക്കപ്പേരിൽ ബിസ്മി എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത്. ഇവിടെ ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദിന്റെ സംസാരം കേട്ടപ്പോ ഞാൻ ഈ വിഷയത്തിൽ വളരെ വലിയൊരു പഠനം നടത്തിയതിന്റെ ശേഷം ഈ വിഷയം സംസാരിക്കാൻ തയ്യാറായതാണ് എന്ന് ഉസ്താദ് തെറ്റിദ്ധരിച്ചോ എന്ന് ഞാൻ സംശയിച്ചുപോയി. ഇന്ന് ബുശ്റാക്കുമുൽ യൗമിൽ ഞാനാണ് ക്ലാസ് എടുക്കേണ്ടത് എന്നറിഞ്ഞപ്പോൾ ഒരു വിഷയം അല്ലാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയ ഒരു ചർച്ച നടത്താൻ ഈ സാഹചര്യത്തിൽ ഞാൻ പ്രാപ്തനല്ല. കാരണം ഞാൻ അതിനുവേണ്ടി ശ്രമം നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഫവായിലുൽ ബസ്മല എന്നത് വളരെ യോജിച്ച ഒരു തലക്കെട്ടായിരിക്കും. അസ്റാറു എന്ന് കൂട്ടുന്നത് അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് ബഹുമാനപ്പെട്ട ക്ലാസ് നടത്താവുന്നതാണ്. ബാഹ്യവശങ്ങളെക്കുറിച്ച് മാത്രമേ ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ ഒരാൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ആദ്യമായി അയാൾ ഓതുന്ന ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. നമ്മൾ ഏതൊരു കാര്യത്തിന്റെയും പ്രാരംഭത്തിൽ, തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കാറുള്ളത്. അത് ഖുർആൻ പാരായണം മാത്രമല്ല, ഏത് വിഷയത്തിലാണെങ്കിലും ബിസ്മി കൊണ്ട് തുടങ്ങണം എന്നതാണ് ഇസ്ലാമിന്റെ തത്വം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശവും അവിടുത്തെ മാതൃകയും ഇതിൽ നമുക്കുണ്ട്. കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹി ഫഹുവ അബ്തർ എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഗുണകരമായ ഏത് കാര്യവും, കുല്ലു അംരിൻ ദീ ബാലിൻ, ഗുണകരമായ എല്ലാ കാര്യങ്ങളും ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹി ഫഹുവ അബ്തർ,
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് തുടങ്ങപ്പെടാത്ത ഏതൊരു കാര്യവും അത് ബറക്കത്ത് കുറഞ്ഞതാണ് എന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മി കൊണ്ട് തുടങ്ങപ്പെടാത്ത ഏത് കാര്യവും ബറക്കത്ത് കുറഞ്ഞതാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ ബി കൊണ്ട് തുടങ്ങപ്പെടുന്ന ഏത് നല്ല കാര്യങ്ങളും ബറക്കത്തുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലാത്ത ഏത് കാര്യവും, ബിസ്മി കൊണ്ട് തുടങ്ങപ്പെടാത്ത ഏത് കാര്യവും ബറക്കത്ത് കുറഞ്ഞതാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ അതിന്റെ നേരെ അക്സ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് തുടങ്ങുന്ന ഏത് കാര്യവും ബറക്കത്തുള്ളതാണ് എന്ന്. ഇന്ന ശാരിഅ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമറ ബിൽ ബിദാഅത്തി ബിൽ ബസ്മലത്തി ഫീ കുല്ലി അംരിൻ ദീബാൽ. ഗുണകരമായ ഏത് കാര്യവും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് തുടങ്ങണം എന്നതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന. ലിഅന്നൽ ഇഫ്തിതാഹ ബിഹാ ബറകത്തുൻ അളീമത്തുൻ വനിഅമത്തുൻ ജസീമത്തുൻ. ഏത് കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങപ്പെടണമെന്ന് പറയുന്നത് ലിഅന്നൽ ഇഫ്തിതാഹ ബിഹാ, ബിസ്മി കൊണ്ട് തുടങ്ങപ്പെടൽ, ബിസ്മി കൊണ്ട് ഒരു കാര്യം തുടങ്ങൽ, ബറകത്തുൻ അളീമ വനിഅമത്തുൻ ജസീമ. ബിസ്മി കൊണ്ട് ഒരു കാര്യം തുടങ്ങിയാൽ ആ കാര്യം ബറക്കത്തുള്ള കാര്യമായിരിക്കും, അതിൽ ബറക്കത്തുണ്ടാവും, നിഅമത്തും ഉണ്ടാകും. മാത്രമല്ല വഖ്തിദാഉം ബിൽ കുതുബിൽ മൻസിലത്തി മിനല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ വിശുദ്ധ ഖുർആനു ശരീഫ്, ആ വിശുദ്ധ ഖുർആനു ശരീഫിനോട് പിന്തുടരുക എന്നതും അതിലുണ്ട്. വഖ്തിദാഉം ബിൽ കുതുബിൽ മുനസ്സല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനിനോട് തുടരുക എന്നതും അതിലുണ്ട്. അതെങ്ങനെ? വിശുദ്ധ ഖുർആൻ നിന്റെ മാതൃക ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടാണ് ഏത് സൂറത്തും. ഇനി ഏത് സൂറത്തും എന്ന് വേണ്ട, ഖുർആൻ തന്നെ തുടങ്ങുന്നത് ബിസ്മി കൊണ്ടാണ്. അതിൽ നമുക്ക് മാതൃകയുമുണ്ട്. ഖുർആനിനോട് തുടരുക എന്നതും അതിലുണ്ട്. ഒരുപാട് ഈ വിഷയത്തിൽ ബിസ്മി കൊണ്ട് ഒരു കാര്യം തുടങ്ങുക എന്നതിന് മഹാന്മാരായ സൂഫിയാക്കളുടെ ഇടയിൽ, ആരിഫീങ്ങളായ മഹാന്മാരുടെ ഇടയിൽ ഒരു വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനമുണ്ട്. ബിസ്മി കൊണ്ട് തുടങ്ങപ്പെടുന്നതിൽ ഉള്ള ഹിക്മത്ത് എന്താണ്? അതിൽ മഹാന്മാരായ സൂഫിയാക്കളായ ആരിഫീങ്ങളായ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു വ്യതിരിക്തമായ ഒരു വ്യാഖ്യാനം ഇതിനുണ്ട്. അതായത് ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് തുടങ്ങുമ്പോൾ അതിലുള്ള ഹിക്മത്ത് എന്ന് പറയുന്നത് അയാളുടെ ആദ്യ അക്ഷരം, അയാളുടെ വായിൽ നിന്ന് വരുന്ന ആദ്യ അക്ഷരം ബാ ആണ്. ബാ ചുണ്ടിന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ബാ മൊഴിയുമ്പോൾ, ബിസ്മില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് ബാ മൊഴിയുമ്പോൾ അയാളുടെ ചുണ്ട് അടഞ്ഞ അവസ്ഥയിൽ നിന്നാണ് അയാളുടെ തുടക്കം. അതൊരു വിനയത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ട് എന്ന്. നേരെ മറിച്ച് ഒരു പക്ഷേ അത് ആ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു അക്ഷരങ്ങളാണെങ്കിൽ അതൊരു തറഫ് വരുന്നുണ്ട്. എന്നാൽ ബാ അങ്ങനെയല്ല. ബിസ്മില്ലാഹി എന്ന് അയാളുടെ വായ അടച്ച അവസ്ഥയിൽ നിന്ന് അയാൾ തുടങ്ങുമ്പോൾ വളരെ
വിനയവും താഴ്മയും പ്രകടിപ്പിക്കൽ അതിലുണ്ട് എന്ന് മഹാന്മാരായ സൂഫിയാക്കളുടെ ഒരു വേറിട്ട ഒരു അഭിപ്രായം. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്. താഴ്മയിൽ നിന്ന് വിനയത്തോടുകൂടെ ഒരു കാര്യം ഒരാൾ തുടങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരാൾ താഴ്മ കാണിച്ചാൽ അല്ലാഹു അവനെ ഉയർത്തും എന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്. ആരെങ്കിലും അല്ലാഹുവിനോട് വിനയം കാണിച്ചാൽ അവനെ അല്ലാഹു ഉയർത്തും, അവന്റെ പദവി അല്ലാഹു ഉയർത്തും. ആരെങ്കിലും അല്ലാഹുവിനോട് കിബർ കാണിച്ചാലോ അവനെ അല്ലാഹു താഴ്ത്തും. അപ്പോൾ ബിസ്മി കൊണ്ട് ഒരു കാര്യം തുടങ്ങുമ്പോൾ താഴ്മയോടുകൂടെ ഒരു കാര്യം തുടങ്ങിയതുപോലെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യം അല്ലാഹു ഉയർത്തും. ആ കാര്യത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും, നിഅമത്ത് ചെയ്യും. വളരെ താഴ്മയോടുകൂടി തുടങ്ങിയ കാര്യമായതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഗതിയെ ഉയർത്തുകയും ചെയ്യും. മഹാന്മാരായ സൂഫിയാക്കളുടെ വ്യാഖ്യാനമാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. ഏത് കാര്യമായാലും അങ്ങനെയാണ്. സ്വയം ഒരാൾ വിനയം കാണിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകളെ മുന്നിൽ നിർത്തിയാൽ, അതൊരു പ്രസ്ഥാനത്തിനാണെങ്കിലും ഒരു സംഘടനക്കാണെങ്കിലും ഒരു സ്ഥാപനത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഏതിലാണെങ്കിലും വിനയമുള്ള താഴ്മയുള്ള ഒരാളെ മുന്നിൽ നിർത്തിയാൽ ആ സംഗതിയെ അല്ലാഹു വളർത്തും. അതൊരു സംഘടനയാണെങ്കിലും അങ്ങനെയാണ്. താഴ്മയുള്ള ഒരാൾ മുന്നിൽ നിൽക്കുമ്പോൾ ആ സംഘടനയെ, ആ പ്രസ്ഥാനത്തെ അല്ലാഹു ഉയർത്തും. മുന്നിൽ നിൽക്കുന്ന ആള് മുതക്കബ്ബിറായ ആളാണെങ്കിൽ, അഹങ്കാരിയായ ആളാണെങ്കിൽ ആ പ്രസ്ഥാനത്തെ അല്ലാഹു മറിച്ചിടും. അതൊരു സ്ഥാപനത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. താഴ്മയും വിനയവുമുള്ള ആളുകളാണ് ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്നതെങ്കിൽ ആ സ്ഥാപനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. നേരെ തിരിച്ചാണെങ്കിൽ ആ സ്ഥാപനത്തിൽ ഒരു മനുഷ്യൻ കേറൂല. കച്ചവടക്കാരായാലും അങ്ങനെ തന്നെയാണ്. കടയിൽ ജോലി ചെയ്യുന്ന ആളുകൾ വിനയവും താഴ്മയുമുള്ള ആളുകളാണെങ്കിൽ ആളുകൾ വീണ്ടും ആ കടയിലേക്ക് തിങ്ങിക്കേറി വരും. നേരെ മറിച്ച് അവിടെ നിൽക്കുന്ന ആൾ ഉള്ളവർക്ക് ഉയർച്ചയുണ്ട്. തവാളു എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കാല് പിടിക്കാന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ അഹങ്കാരമില്ലാതിരിക്കുക, അതാണ് തവാളു ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. അഹങ്കാരം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ തവാളു ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ മഹാന്മാരായ സൂഫിയാക്കളുടെ ഈ വ്യാഖ്യാനമനുസരിച്ചും വളരെ സമർത്ഥമാണ്, വളരെ ഫിറ്റാണ് ഈ വ്യാഖ്യാനം. ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏതൊരു കാര്യവും ബറക്കത്ത് ഉണ്ടാകും അതിൽ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ ബിസ്മി കൊണ്ട് തുടങ്ങുമ്പോൾ അതിൽ അയാളുടെ വിനയവും താഴ്മയും പ്രകടമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ, ആ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ആ സംഗതിയെ, അയാൾ തുടങ്ങിയ കാര്യം എന്താണോ ആ കാര്യത്തെ അല്ലാഹു വളർച്ചയെ കൊണ്ടുപോകും. അതേപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരുപാട് ഫളായിലും ശ്രേഷ്ഠതയും ഈ ദിക്റിന്. ഇതൊരു ദിക്റാണ്, ഒരു വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അതോടൊപ്പം ഇത് വളരെ പ്രശസ്തമായ, വളരെ ഗുണകരമായ ഒരു ദിക്റും കൂടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിനോടൊരാൾ ദുആ ചെയ്യാൻ കൈകൾ ഉയർത്തിയാൽ ബിസ്മി കൊണ്ട് തുടങ്ങിയ പ്രാർത്ഥനയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന സ്വീകരിക്കുക തന്നെ ചെയ്യും. ദുആ ചെയ്യുന്ന ഒരാൾ അഊദും ബിസ്മിയും ഓതിക്കൊണ്ട് അയാളുടെ ദുആ തുടങ്ങിയാൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഒരു ബിസ്മി ചൊല്ലിയതുകൊണ്ട് മാത്രം ദുആ സ്വീകരിക്കണം എന്ന് വാശി പിടിക്കാനും കഴിയില്ല. ഇനി ഒരാൾ ബിസ്മി ചൊല്ലിയിട്ട് ദുആ ചെയ്ത് ദുആ സ്വീകരിച്ചില്ല, അപ്പൊ അത് ബിസ്മിന്റെ തകരാറാണ് എന്ന് മനസ്സിലാക്കേണ്ട. അത് ബിസ്മിന്റെ കുഴപ്പമല്ല, ദുആ എന്നവന്റെ കുഴപ്പമാണ്.
ഇനി സ്വീകരിച്ചില്ലെങ്കിൽ തന്നെ അവന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് നമ്മുടെ കാര്യങ്ങൾ ഏറ്റവും ഖൈറായത് എന്താണ് എന്ന് നമ്മേക്കാൾ കൂടുതൽ അറിയുന്നവൻ അല്ലാഹുവാണ്. എന്തായാലും പ്രാർത്ഥന വിഫലമാവുകയില്ല. ആഖിറത്തിലെങ്കിലും അതിന്റെ ഗുണമുണ്ടാവും. ദുആ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട, ദുആക്ക് ഇജാബത്തുണ്ടാവാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ മുമ്പൊരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ? അന്ന ലിദ്ദുആഇ ആദാബൻ വശുറൂതൻ. ദുആക്ക് ഒരുപാട് അദബുകളും ഒരുപാട് ഷർത്തുകളൊക്കെ ഉണ്ട്. ഒരുപാട് നിബന്ധനകൾ പ്രാർത്ഥന നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലാ യുസ്തജാബു ദുആഉ ഇല്ലാ ബിഹാ. ഈ നിബന്ധനകൾ പാലിക്കാത്തവന്റെ പ്രാർത്ഥന സ്വീകാര്യമല്ല. ഈ നിബന്ധനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധന പറയുന്നതുണ്ട്. അതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുവിധം ആളുകൾക്കൊന്നും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു ഷർത്ത്. ഇസ്ലാഹുൽ ബാത്തിനി ബിൽ ലുഖ്മത്തിൽ ഹലാൽ. ഹലാലായ ഭക്ഷണം കൊണ്ട് ബാത്തുവിനെ നന്നാക്കിയെടുക്കണം, വയർ ശുദ്ധിയാവണം. ഹലാലായ ഭക്ഷണം കൊണ്ട് വയർ ശുദ്ധിയാവണം. ഹലാലായ ഭക്ഷണം കഴിക്കുമ്പോഴേ ഹലാലായ രക്തോടുള്ളൂ. ഹലാലായ രക്തമോടുമ്പോഴേ ഹലാലായ ശരീരമാവുള്ളൂ. ഹലാലായ ശരീരത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അത് പറഞ്ഞേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യാ മൂസ ഇൻ അറദ്ത അൻ യുസ്തജാബ ലക ദുആഅക മൂഅനിൽ ഹറാമി വജവാരിഹക അനിൽ ആസാം. ഹലാലായ ഭക്ഷണം കൊണ്ട് നീ ഹറാമിനെ തൊട്ട് നിങ്ങളുടെ വയറിനെ നിങ്ങൾ ശുദ്ധീകരിക്കുകയും കുറ്റകരമായ കാര്യങ്ങളെ തൊട്ട് നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഒരാൾ ദുആ തുടങ്ങിയാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതാണ്. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ ദിക്റിന്റെ മഹത്വം ഇതിനെ വിശദീകരിക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേരുകൊണ്ട് നാമം കൊണ്ട് ഞാൻ ഇത് തുടങ്ങുന്നു. അബ്തദിഉ ബിസ്മില്ലാഹി എന്നാണ്. ഒരാൾ വാഹനം കയറുന്ന അയാൾ ബിസ്മി ചൊല്ലുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മാനായ റഹീമായ അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് പേരുകൊണ്ട് ഞാൻ ഈ വാഹനത്തിൽ കയറുന്നു. കിടക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഞാൻ കിടക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ ഏത് വഅദ് പറയുന്ന ഒരാളാണെങ്കിൽ അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് ഞാൻ വഅദ് പറയാൻ തുടങ്ങുന്നു. ഏതൊരു കാര്യത്തിനും ഒരാൾ ബിസ്മി ചൊല്ലുമ്പോൾ അയാൾ ആ കാര്യം ഈ അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് തുടങ്ങുന്നു എന്നാണ്. ഇവിടെ ഇതിന്റെ റഹ്മാൻ ആരാണ് റഹീം ആരാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട്, അങ്ങനെയാണെങ്കിൽ വേറെ ഒരുപാട് ഇസ്മുകൾ അള്ളാഹ്ക്കില്ലേ? ആ ഇസ്മുകളൊന്നും ഇവിടെ പറയാതെ റഹ്മാനും റഹീമും മാത്രം എന്തുകൊണ്ട് പറഞ്ഞു? അങ്ങനെയുള്ള ചർച്ചകളും അങ്ങനെയുള്ള വിശദീകരണങ്ങളൊക്കെ നിരവധി നമുക്ക് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. ഇതിന്റെ അസ്റാറുകളും അർത്ഥവ്യാപ്തിയും നമുക്ക് മറ്റൊരു ബുശ്റാക്കുമുൽ യൗമിൽ സൗകര്യം പോലെ ക്ലാസ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ബിസ്മിയുടെ ശ്രേഷ്ഠതകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഒരു താക്കോലാണ്. ഇതൊരു താക്കോലാണ്, ഒരു ചാവി, മിഫ്താഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാത്തിന്റെയും ദുനിയാവിലും ആഖിറത്തിലുമുള്ള, മാത്രമല്ല സ്വർഗത്തിലുള്ള പല സംഗതികളുടെയും താക്കോല് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. നിരവധി തഫ്സീറുകളിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ബിസ്മിയുടെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് ഈ ഹദീസിനെ നിരവധി മുഫസ്സിരീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു,
എന്നെ ഇസ്രാ യാത്ര നടത്തിയ ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തിയ രാത്രിയിൽ ഉരിള അലാ ജമീഇൽ ജിനാൻ, സ്വർഗങ്ങൾ എനിക്ക് കാണിക്കപ്പെട്ടു, വെളിവാക്കപ്പെട്ടു. ഇസ്രാ യാത്ര നടത്തിയ മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വർഗം കാണിക്കപ്പെട്ടു. ഫറഅയ്തു ഫീഹാ അർബഅത അൻഹാർ, അങ്ങനെ ഞാൻ സ്വർഗത്തിൽ 4 നദികൾ കാണാനിടയായി. 4 നദികൾ ഞാൻ സ്വർഗത്തിൽ കണ്ടു. നഹ്റം മിൻ മാഇൻ വനഹ്റം മിൻ ലബനിൻ വനഹ്റം മിൻ ഖംറിൻ വനഹ്റം മിൻ അസ്ൽ, വെള്ളമൊഴുകുന്ന ഒരു നദിയും തേൻ ഒഴുകുന്ന മറ്റൊരു നദിയും പാൽ ഒഴുകുന്ന നദിയും കള്ള് ഒഴുകുന്ന നദിയും, ഇങ്ങനെ 4 നദികൾ ഞാൻ സ്വർഗത്തിൽ കണ്ടു. فقلت يا جبريل من أين تجيء هذه الأنهار وإلى أين تذهب, ഞാൻ ചോദിച്ചു, അല്ല ജിബ്രീലേ, ഈ 4 നദികളും എവിടെ നിന്നാണ് ഈ നദികളുടെ ഉത്ഭവം, എങ്ങോട്ടാണ് ഈ നദികളുടെ പോക്ക്? ഖാല, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, തദ്ഹബു ഇലാ ഹൗളിൽ കൗസർ, ഹൗലുൽ കൗസറിലേക്കാണ് ഈ 4 നദികളുടെയും മടക്കം. ഈ 4 നദികളും ഒഴുകി കൂടിച്ചേരുന്നത് ഹൗലുൽ കൗസറിലേക്കാണ്. വലാ അദ്രി മിൻ ഐന തജീ, എവിടെ നിന്നാണ് ഈ നദികളുടെ ഉത്ഭവം എന്ന് എനിക്കറിയുകയില്ല. ഫദ്ഉല്ലാഹ ലിയുഅല്ലിമക ഔ യുരീക, നിങ്ങൾക്കത് അറിയണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. ഫജാഅ മലക്കുൻ, അപ്പോൾ ഒരു മലക്ക് റസൂലുള്ളാഹി തങ്ങളെ സമീപിച്ചു. ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമ്മ ഖാൽ, നബി തങ്ങൾക്ക് സലാം പറഞ്ഞ ശേഷം ആ മലക്ക് പറഞ്ഞു, യാ മുഹമ്മദ് ഗമ്മിദ് ഐനൈക്, മുഹമ്മദ് നബിയെ അങ്ങയുടെ കണ്ണുകൾ അടക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഖാൽ, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഫഗമൽതു ഐനയ്യ, ഞാൻ എന്റെ 2 കണ്ണുകളും അടച്ചു. സുമ്മ ഖാല, പിന്നെ ആ മലക്ക് പറഞ്ഞു, ഇഫ്തഹ് ഐനൈക ഫഫതഹ്തു, നിങ്ങളുടെ കണ്ണിനി തുറന്നോളൂ നബിയെ. അപ്പോൾ ഞാൻ എന്റെ കണ്ണുകൾ തുറക്കുകയും ചെയ്തു. ഫഇദാ അന ഇൻദ ഷജറ, അപ്പോൾ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഒരു വൃക്ഷത്തിന്റെ സമീപത്താണ്. വറഅയ്തു ഖുബ്ബതൻ മിൻ ദുർറത്തിൻ ബൈളാ, വെളുത്ത മുത്തുകൊണ്ടുള്ള ഒരു കുബ്ബ ഞാൻ അവിടെ കാണുകയും ചെയ്തു. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഞാനൊരു വൃക്ഷത്തിന്റെ ചാരത്താണ്. വലിയ ഒരു കുബ്ബയെ വെള്ളമുത്തുകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വലിയ ഒരു കുബ്ബയും ഞാൻ കണ്ടു. ആ കുബ്ബയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നു, വലഹാ ബാബും മിൻ ദഹബ്, സ്വർണം കൊണ്ടുള്ള വാതിലുകൾ ആ കുബ്ബക്കുണ്ട്. الإنس وضعوا على تلك القبة لكانوا مثل طائر جالس على جبل, ലോകത്തുള്ള ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യരെയും ജിന്നുകളെയും ആ കുബ്ബയുടെ മുകളിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ലകാനൂ മിസ്ല ത്വാഇരിൻ ജാലിസിൻ അലാ ജബൽ, ഒരു പർവ്വതത്തിന്റെ മുകളിലിരിക്കുന്ന പക്ഷിയെപ്പോലെ തോന്നുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുബ്ബയെ വർണ്ണിക്കുകയാണ്, അതിന്റെ വലുപ്പവും വ്യാസവും. എന്നിട്ട് തങ്ങൾ തുടരുന്നു, ഫറഅയ്തു ഹാദിഹിൽ അർബഅത്തൽ അൻഹാറ തഖ്റുജു മിൻ തഹ്തി ഹാദിഹിൽ ഖുബ്ബ, ഞാൻ സ്വർഗത്തിൽ കണ്ട ആ 4 നദികളും ഈ ഖുബ്ബയുടെ താഴ്ഭാഗത്ത് നിന്ന് പുറപ്പെടുന്നതായി ഞാൻ കണ്ടു. ഫലമ്മ അറദ്തു അൻ അർജിഅ, ഞാൻ അത് കണ്ടവിടെ നിന്ന് മടങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ ഖാല ലീ ദാലിക്കൽ മലക്, എന്റെ അടുക്കൽ വന്ന് എനിക്കത് കാണിച്ചു തന്ന വഴികാട്ടിയായ മലക്ക് എന്നോട് പറഞ്ഞു, എന്നോട് ചോദിച്ചു, ലിമ ലാ തദ്ഖുലിൽ ഖുബ്ബ, എന്തുകൊണ്ടാണ് നബിയെ അങ്ങ് ഖുബ്ബയിൽ പ്രവേശിക്കാത്തത്? ഞാൻ പറഞ്ഞു, ഖുൽതു കൈഫ അദ്ഖുലു വഅലാ ബാബിഹാ ഖുഫ്ലുൻ ലാ മിഫ്താഹ ലഹു ഇൻദി,
എങ്ങനെയാണ് ഞാനതിന്റെ അകത്ത് പ്രവേശിക്കുക? ആ കുബ്ബക്ക് പൂട്ടുണ്ട്, എന്റെ കയ്യിലാണെങ്കിൽ അതിനുള്ള ചാവിയുമില്ല, മിഫ്താഹില്ല. പിന്നെ എങ്ങനെ ഞാൻ ആ കുബ്ബയിൽ പ്രവേശിക്കും? ഖാല, അപ്പോ ആ മലക്ക് പറഞ്ഞു, മിഫ്താഹുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബിയെ, ആ കുബ്ബയുടെ താക്കോല് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. നിങ്ങൾ ബിസ്മി ചൊല്ലിയാ മതി, ആ കുബ്ബ നിങ്ങൾക്ക് തുറക്കപ്പെടും. ഫലമ്മാ ദനൗതു മിനൽ ഖുഫ്ലി, ഞാൻ ആ പൂട്ടിന്റെ അടുത്തെത്തിയപ്പോൾ, ഖുൽതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇൻഫതഹൽ ഖുഫ്ൽ, ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി. അപ്പോൾ ആ പൂട്ട് തുറക്കപ്പെട്ടു, ആ പൂട്ട് തുറന്നു. വദഖൽതു ഫിൽ ഖുബ്ബ, ഞാൻ ഖുബ്ബയിൽ പ്രവേശിച്ചു. ഫറഅയ്തു ഹാദിഹിൽ അൻഹാറ തജ്രി മിൻ അർബഅതി അർകാനിൽ ഖുബ്ബ, അപ്പോൾ ഖുബ്ബയുടെ അകത്ത് ഞാൻ കയറിയപ്പോൾ നേരത്തെ ഞാൻ കണ്ട നദികൾ ഈ ഖുബ്ബയുടെ 4 ഭാഗങ്ങളിൽ നിന്നായി, 4 റുക്നുകളിൽ നിന്നായി പുറപ്പെടുന്നത് ഞാൻ കണ്ടു. വറഅയ്തു മക്തൂബൻ അലാ അർബഅതി അർകാനിൽ ഖുബ്ബത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഈ ഖുബ്ബയുടെ 4 ഭാഗങ്ങളിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതപ്പെട്ടതായിട്ട് ഞാൻ കണ്ടു. അതായത് നമ്മൾ ഈ ചൊല്ലുന്ന ഈ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട ഈ 4 നദികളും ഒഴുകുന്ന ഇതിന്റെ ഉറവിടമായ ഈ ഖുബ്ബയുടെ ഉള്ളിൽ എഴുതപ്പെട്ടതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. വറഅയ്തു നഹറൽ മാഇ യഖ്റുജു മിൻ മീം, മീമിൽ നിന്നാണ് വെള്ളത്തിനാലുള്ള നദി മീമിൽ നിന്ന് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ബിസ്മി എന്നതിലെ മീമിൽ നിന്ന്. വറഅയ്തു നഹറൽ ലബനി യഖ്റുജു മിൻഹാ അല്ലാഹ്, അല്ലാഹ് എന്നതിലെ ഹായിൽ നിന്ന് ലബനിന്റെ നദി ഒഴുകുന്നത് ഞാൻ കണ്ടു, പുറപ്പെടുന്നത് ഞാൻ കണ്ടു, പാലിന്റെ. വനഹറൽ ഖംരി യഖ്റുജു മിൻ മീം അർറഹീം, അർറഹീം എന്നതിലെ മീമിൽ നിന്ന്, അർറഹീം എന്നതിലെ മീമിൽ നിന്ന് മറ്റൊരു നദി പുറപ്പെടുന്നത് ഞാൻ കണ്ടു. വറഅയ്തു നഹറൽ അസ്ലി യഖ്റുജു മിൻ മീം അർറഹീം, റഹ്മാൻ എന്നതിലെ മീമിൽ നിന്ന് കള്ളിന്റെ നദിയും റഹീം എന്നതിലെ മീമിൽ നിന്ന് തേനിന്റെ നദിയും ഒഴുകുന്നത് ഞാൻ കണ്ടു. ഫഅലിംതു, അങ്ങനെ ഞാൻ മനസ്സിലാക്കി, അന്ന അസ്ല ഹാദിഹിൽ അൻഹാർ അൽ അർബഅ, ഈ 4 നദികളുടെയും ഉറവിടം, കേന്ദ്രം എന്ന് പറയുന്നത് മിനൽ ബസ്മല, ബിസ്മില്ലാഹിയിൽ നിന്നാണ്, ബസ്മലയിൽ നിന്നാണ്. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്റിൽ നിന്നാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഫഖാല അല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ മുഹമ്മദ്, മൻ ദക്കറനി ബിഹാദിഹിൽ അസ്മാഇ മിൻ ഉമ്മത്തിക, ഈ ദിക്ർ കൊണ്ട്, ഈ ഇസ്മുകൾ കൊണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ ദിക്ർ കൊണ്ട് എന്നെ ആരെങ്കിലും സ്മരിച്ചാൽ, ബിഖൽബിൻ ഖാലിസിൻ മിൻ റിയാ, റിയാ ആകുന്ന, ലോകമാന്യമാകുന്ന മുസീബത്തിനെ തൊട്ട് അവന്റെ ഹൃദയത്തെ തനിപ്പിച്ച് ഖാലിസാക്കി, അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും ഈ ഇസ്മു കൊണ്ട്, ഈ ദിക്ർ കൊണ്ട് എന്നെ സ്മരിച്ചാൽ, വഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നവൻ റിയാ ഇല്ലാതെ ഇഖ്ലാസോടുകൂടി പറഞ്ഞാൽ, സഖൈതുഹു മിൻ ഹാദിഹിൽ അൻഹാർ, ഈ നദികളിൽ നിന്ന് ഞാൻ അവന് കുടിപ്പിക്കും, ഈ 4 നദികളിൽ നിന്നും ഞാൻ അവന് കുടിപ്പിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞു ഇസ്രാഇന്റെ രാത്രിയിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ ദിക്ർ, ഇത് നമ്മൾ ആ ദിക്റിനെ മനസ്സിലാക്കിയതല്ല സത്യത്തിൽ അതിന്റെ വലുപ്പം. ഇത് എഴുതപ്പെട്ടത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത മേഖലകളിലാണ്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പതിവാക്കി ഒരാൾ ഏത് കാര്യങ്ങൾക്കും ഇതുകൊണ്ട് തുടക്കം കുറിച്ചാൽ അയാൾക്ക് ഈ 4 നദികളിൽ നിന്നും കുടിപ്പിക്കപ്പെടുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അഹ്ലുകാർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതേപോലെ ഒരുപാട് ഫളായിലുകൾ. ഇനി ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ മിഫ്താഹ്, ഏതൊരു സൽക്കർമ്മത്തിന്റെയും താക്കോൽ, ഏതൊരു നന്മയുടെയും താക്കോൽ, ഇതിന്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടം, വകതബ ഖൈസറു മലിക്കുർ റൂമി ഇലാ ഉമറ റളിയല്ലാഹു അൻഹു, റോം സാമ്രാജ്യത്തിന്റെ അധിപനായ ഖൈസർ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു എഴുത്തെഴുതി. എന്താണ് അദ്ദേഹത്തിന്റെ എഴുത്ത്? അന്നബി സുദാഅൻ ലാ യസ്കുൻ, എനിക്കൊരു തലവേദനയുണ്ട്, അത് അടങ്ങുന്നില്ല, അതിനൊരു മാറ്റവും ഒരു ശമനവും വരുന്നില്ല. അതുകൊണ്ട് ഫബ്അസ് ഇലയ്യ ദവാ ഇൻ കാന ഇൻദക്, നിങ്ങളുടെ അടുക്കൽ അതിനുള്ള മരുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ഒരു മരുന്ന് കൊടുത്തയക്കണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് റോമിന്റെ അധിപനായ രാജാവായ കൈസർ ചക്രവർത്തി ഒരു കത്തെഴുതുകയുണ്ടായി. ഫഇന്നൽ അത്ബാഅ അജസു അനിൽ മുആലജ, വൈദ്യന്മാര്, ഡോക്ടർമാര് മുഴുവനും ഈ വിഷയത്തിൽ, ചികിത്സയുടെ കാര്യത്തിൽ അവർ പരാജിതരാണ്, അവർ അശക്തരായിട്ടുണ്ട്, വിട്ടുമാറാത്ത തലവേദനയാണ്. അതുകൊണ്ട് വല്ല മരുന്നുമുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ വല്ല മരുന്നുമുണ്ടെങ്കിൽ എനിക്ക് കൊടുത്തയക്കണം എന്ന്. കൈസർ ചക്രവർത്തി അങ്ങനെ ഒരു എഴുത്തെഴുതാൻ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. മഹാന്മാരായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവർ പലരെയും, ഭ്രാന്തന്മാരെയും രോഗികളെയും മന്ത്രിക്കുകയും ചികിത്സിക്കുകയും ചെയ്ത് അവരുടെ രോഗശമനം സംഭവിച്ചതായിട്ട് ചരിത്രത്തിൽ നമുക്ക് നിരവധി കാണാൻ സാധിക്കും. ഒരുപക്ഷെ കൈസർ അതറിഞ്ഞിട്ടുണ്ടാവാം. ആ കാലഘട്ടങ്ങളിൽ സ്വഹാബികളുടെ കയ്യിൽ ഇത്തരം കാര്യങ്ങൾക്കുള്ള മരുന്നുണ്ട് എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം. അല്ലാതെ അങ്ങനെ ഒരു എഴുത്തിന്റെ ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫബഅസ ഉമർ റളിയല്ലാഹു അൻഹു വഇദാ റഫഅഹാ അൻ റഅസിഹി ആദ സുദാഉ, ആ ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ച തൊപ്പി അയാളുടെ തലയിൽ വെച്ചാൽ അയാളുടെ തലവേദന ശമിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ച തൊപ്പി അയാൾ തലയിൽ നിന്ന് ഊരുമ്പോൾ ആ വേദന വീണ്ടും തിരിച്ചു വരുന്നു. ഫതഅജ്ജബ മിൻഹു, അയാൾക്ക് വലിയ ആശ്ചര്യമായി, കൈസർ ചക്രവർത്തിക്ക് അത്ഭുതമായി. ഇതിൽ വല്ല മായയോ മന്ത്രമോ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഫഫത്തശ ഫിൽ ഖലൻസുവ, തൊപ്പിയുടെ ഉള്ളിൽ അയാൾ ഒരു പരിശോധന നടത്തി. ഫഇദാ ഫീഹാ ഖാഗിദുൻ മക്തൂബുൻ അലൈഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ആ തൊപ്പിയുടെ ഉള്ളിൽ ഒരു കടലാസിന്റെ കഷ്ണം കൈസർ ചക്രവർത്തി കാണാനിടയായി. മക്തൂബുൻ അലൈഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയ ഈ തൊപ്പി അയാളുടെ തലയിൽ വെക്കുമ്പോൾ അയാളുടെ തലവേദന ശമിക്കുന്നു, ഊരിയാലോ തലവേദന മടങ്ങി വരുന്നു. നിരവധി ശ്രേഷ്ഠതകൾ. ഈ ദിക്ർ അത് നമുക്ക് നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിനെ മനസ്സിലാക്കിയതുപോലുള്ള മഹത്വമല്ല സത്യത്തിൽ ആ ദിക്റിനുള്ളത്. അതിലും എത്രയോ വലുതാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ ഇതിലുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രവർത്തനമൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ അതിലുണ്ട്. ഒരുപാട് പാഠങ്ങൾ. കുട്ടികളൊക്കെ കരയുന്നതും, കുട്ടികൾ ചെറിയ പിഞ്ചു പൈതങ്ങളുള്ള ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അവരുടെ ഒരു ചികിത്സയായിട്ട് അവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസ്.
അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിത്റു മാ ബൈന അഅ്യുനിൽ ജിന്നി വൽ ഔറാത്തി ബനി ആദം ഇദാ നസഉ സിയാബഹും അൻ യഖൂലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനുഷ്യരുടെ നഗ്നതയുടെയും ജിന്നുകളുടെ കണ്ണിന്റെയും ഇടയിലുള്ള മറ, മനുഷ്യരുടെ നഗ്നത മനുഷ്യരെ തൊട്ട് മറക്കാൻ, മനുഷ്യരില്ലാത്ത ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് മനുഷ്യരെ തൊട്ട് നമ്മുടെ നഗ്നത മറച്ചു എന്ന് നമുക്ക് പറയാം. അപ്പൊ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വസ്ത്രം ധരിച്ച ഒരാൾ, അയാൾ ഏകനായിരിക്കുമ്പോൾ അയാളുടെ വസ്ത്രം, അയാൾ വിവസ്ത്രനായാൽ പോലും അയാളുടെ ഔറത്ത് മനുഷ്യർ കാണുന്നില്ല. പക്ഷെ മനുഷ്യരെ പോലെ തന്നെ ഭൂമിയിൽ അദൃശ്യമായി ജീവിക്കുന്ന, നമ്മുടെ സൃഷ്ടിക്ക് ഗോചരമല്ലാത്ത രീതിയിൽ ഇവിടെ ജീവിക്കുന്ന ജിന്ന് എന്ന് പറയുന്ന ഒരു വർഗമുണ്ട്. ജിന്ന് അവരുടെ കണ്ണുകളെ തൊട്ട് നമ്മുടെ ഔറത്ത് മറക്കണം. അതിനെന്താ ചെയ്യുക? അതിനുള്ള വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നത്. പലപ്പോഴും ഇതിൽ വരുന്ന വീഴ്ചയാണ് പല ജിന്നുബാധകരുടെയും പിന്നിലുള്ള രഹസ്യം. സഹോദരിമാർ നമ്മുടെ ക്ലാസ് റൂമിൽ ധാരാളം ഉണ്ടാവും. സഹോദരിമാരൊക്കെ അവരുടെ ഔറത്തുകൾ, ജിന്നുകളുടെ കണ്ണുകളെ തൊട്ട് ഔറത്തുകൾ മറക്കപ്പെടുന്നില്ലെങ്കിൽ അതിന്റേതായ ഉപദ്രവവും അക്രമവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനുഷ്യനെ ഉപദ്രവിക്കുന്ന ജിന്ന് എന്ന് പറയുന്നത് കാഫിര്യങ്ങളായ ജിന്നുകളാണ്. അവിശ്വാസികളായ മനുഷ്യരെ കൊണ്ടുണ്ടാകുന്ന ദ്രോഹം പോലെ തന്നെ അവിശ്വാസികളായ ജിന്നുകളെ കൊണ്ടുമുണ്ടാവും. ശയാത്വീനൽ ഇൻസി വൽ ജിന്നി എന്ന ഖുർആനിലെ പ്രയോഗം നമുക്ക് കാണാം. മനുഷ്യപിശാചുക്കളും ജിന്ന് പിശാചുക്കളും. ജിന്ന് പിശാചുക്കളെക്കാൾ അശറാണ് മനുഷ്യപിശാചുക്കൾ എന്ന് മുഫസ്സിരീങ്ങൾ എഴുതിയത് കാണാൻ സാധിക്കും. ജിന്നുകളിൽപ്പെട്ട കാഫിര്യങ്ങളായ ജിന്നുകൾ, അവിശ്വാസികളായ ജിന്നുകൾ. ഇപ്പൊ നമ്മുടെ മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ അകാരണമായി മറ്റുള്ളവരെ പരിഹസിക്കുക, ഭയപ്പെടുത്തുക, അല്ലേ, ഇതൊക്കെ ചെയ്യുന്ന നിരവധി മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് യുവാക്കളുടെ കൂട്ടത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അനാവശ്യമായി മറ്റൊരു മനുഷ്യനെ ആക്രമിക്കുക, അകാരണമായി മറ്റൊരു മനുഷ്യനെ ആക്രമിക്കുക, അനാവശ്യമായി മറ്റൊരാളെ പരിഹസിക്കുക, ഭയപ്പെടുത്തുക, ഇതൊക്കെ മനുഷ്യരായ പിശാചുക്കൾ തന്നെ നിരവധി ചെയ്യാറുണ്ട്. മനുഷ്യ പിശാചി എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ഷയാത്വീനുണ്ട്, ഷൈത്താന്മാരുണ്ട്. അവരാരാ? അവർ ഇതുപോലെ ചെയ്യുന്നവരാണ്. ഷൈത്താന്റെ പണിയെടുക്കുന്നവർ തന്നെ മനുഷ്യ പിശാച്. ആളുകളെ ഉപദ്രവിക്കുന്നവർ, ആളുകൾക്ക് തിന്മയും ദ്രോഹവും ഉണ്ടാക്കുന്നവർ, അവർ തന്നെയാണ് ഷയാത്വീനൽ ഇൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജിന്നുകൾക്കും ഈ സ്വഭാവങ്ങളൊക്കെ അവരിലുണ്ടാവും. അവിശ്വാസികളായ ജിന്നുകൾ, അവരെ നമ്മൾ ശൈത്താന്മാരെന്ന് വിളിക്കുന്നു, പിശാചുക്കളെന്ന് വിളിക്കുന്നു. അവർ മനുഷ്യനെ ഇതുപോലെ ദ്രോഹിക്കും. അവർക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കാത്ത പലതും അവർക്ക് സാധിക്കും. അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ദ്രോഹവും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇന്ന ശൈത്താന യജ്രി ലിൽ ഇൻസാനി മജ്റദ്ദം. മനുഷ്യരുടെ രക്തധമനികൾക്കുള്ളിൽ കൂടി സഞ്ചരിക്കുവാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വർഗത്തിന് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ അവർക്ക് നമ്മെ ഉപദ്രവിക്കാൻ സാധിക്കും. ഇത് ഞാൻ പറഞ്ഞു വരുമ്പോ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. പൂർവകാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള പലരും ഈ യാഥാർത്ഥ്യത്തെ മനഃപൂർവ്വം നിഷേധിച്ചവരാണ്. ജിന്ന് ബാധയെയും മനുഷ്യർക്ക് ജിന്നിന്റെ അക്രമമുണ്ടാവുന്നതിനെയും അതിനെ വിമർശിക്കുകയും പരിഹസിക്കുകയും കളിയാക്കുകയും നിഷേധിക്കുകയും ചെയ്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവരിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ് എന്ന് അല്ലാഹു അഅലം. സ്വന്തം കുടുംബത്തിൽ ആർക്കെങ്കിലും ഭ്രാന്ത് വന്നപ്പോൾ ഒരു പുനർവിചിന്തനത്തിന് വിധേയമായോ അല്ലാഹു അഅലം. എന്തായാലും ഇന്ന് അവരിൽ ഒരു 90% ആളുകളും ഇതൊരു വാസ്തവമാണ് എന്ന് അംഗീകരിച്ച അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്.
അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഇത് സംഭവിക്കാനുള്ള പശ്ചാത്തലങ്ങളും സാഹചര്യങ്ങളും ഇതൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്നൊക്കെ നമ്മെ സംരക്ഷിക്കുവാനുള്ള എല്ലാ വഴികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ജിന്നിന്റെ ശല്യമേൽക്കാതിരിക്കാൻ ജിന്നുകളുടെ കണ്ണിനെ തൊട്ട് ഔറത്ത് മറക്കുക എന്ന് പറഞ്ഞു. എന്തിനാ ജിന്നിന്റെ കണ്ണിനെ തൊട്ട് ഔറത്ത് മറക്കുന്നത്? ഔറത്ത് മറച്ചില്ലെങ്കിൽ അതിന്റേതായ ദോഷങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ മറക്കാൻ പറഞ്ഞത്, ഒരു കവചമാക്കിയത്. മനുഷ്യരെ തൊട്ട് നമ്മുടെ ഔറത്ത് മറച്ചില്ലെങ്കിൽ, ഒരു അന്യ പുരുഷനെ തൊട്ട് അന്യ സ്ത്രീയുടെ ഔറത്ത് മറക്കണം. എന്തിനാ മറക്കുന്നത്? അവളെ കാണാൻ ഭംഗിക്ക് വേണ്ടിയല്ല മറക്കുന്നത്, പിന്നെ ഷെറും ഫിത്നയും ഒഴിവാകാൻ വേണ്ടിയാണ് മറക്കുന്നത്. അപ്പോൾ ഒരു അന്യ പുരുഷനെ തൊട്ട് അന്യ സ്ത്രീ അവളുടെ ഔറത്ത് മറക്കുന്നു, അന്യ പുരുഷൻ അന്യ സ്ത്രീയെ തൊട്ട് അവന്റെ ഔറത്ത് മറക്കുന്നു. എന്തിനു വേണ്ടി? ഫിത്ന ഒഴിവാകണം. അതാണ് അതിലെ ഹിക്മത്ത്, ഫിത്ന ഒഴിവാകണം. ഔറത്ത് വെളിവായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫസാദുകൾ ഉണ്ടാവും. ഔറത്ത് മറക്കപ്പെട്ടാൽ ഫിത്ന കുറെ ഒഴിവാകും. അപ്പൊ ഫിത്ന, ഈ പറഞ്ഞ ഫിത്ന ജിന്നുകളിൽ നിന്നും ഉണ്ടാകും. അപ്പോഴാണ് പലർക്കും ജിന്ന് കൂടലൊക്കെ. അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ. നിരവധി സഹോദരിമാർക്കൊക്കെ ആ മുസീബത്തിൽ അകപ്പെട്ട പലരും നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ ഞാൻ സാന്ദർഭികമായി ഒരു കാര്യം പറയണം. ഈ ജിന്ന് മനുഷ്യനെ ഉപദ്രവിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഞാനൊരു ഫോർമുല പറഞ്ഞുതരാം. അതായത്, ഞാൻ എന്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് നേരിൽ കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിപ്പിലൂടെ നടത്തിയ അത്ഭുതങ്ങളും, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാന്മാരായ ഔലിയാക്കൾക്കും ആരിഫീങ്ങൾക്കും ശുഹദാഇനും നൽകിയ ബഹുമതിയും ഞാൻ എന്റെ കണ്ണുകളെ കൊണ്ട് നേരിൽ കണ്ട് അജബായി ഒരുപാട് സമയം നോക്കി നിന്നുപോയിട്ടുണ്ട്. അതായത്, ഈ ലീവിന് നാട്ടുപോയ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാത്തുഷ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മറവിട്ട് കിടക്കുന്ന, അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹായികളും മറവിട്ട് കിടക്കുന്ന ഏറുവാടി സിയാറത്തിന് പോകാൻ എനിക്കൊരു അവസരം കിട്ടി. സാധിക്കുന്ന ആളുകളൊന്ന് പോയി നോക്കിയാൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അവരുടെ ധാരണപ്പശകുകളൊക്കെ ഒന്ന് മാറിക്കിട്ടും. അവിടെ ഇബ്രാഹിം ബാത്തുഷയുടെ ആ മറവിട്ട് കിടക്കുന്ന അവിടെ ഒരു മരുഭൂമി പോലെ മണലാണ്, വെറും മണൽ. ആ മണലിലൂടെ നട്ടുച്ച സമയത്ത് ഒരു വെയിലാണ്. അവിടെ ചവിട്ടി നിൽക്കാൻ ഒരു സാധാരണക്കാരന് സാധിക്കില്ല. പോയ ആളുകൾ നിരവധി എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. അവര് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും. കാരണം എന്താണെന്നറിയോ? ഒരുവിധ ആളുകളൊക്കെ അവിടെ ഓടിയ ആളുകളായിരിക്കും. ഞാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? സൽമാൻ അൻസരി ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ? DC ആയിട്ടുണ്ട് ഉസ്താദ്, DC ആയിട്ടുണ്ട് ഉസ്താദ്. ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യണം. പോയിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് വരും. നല്ലൊരു ക്ലാസ് ആയിരുന്നു ബഹുമാനപ്പെട്ട സൽമാൻ അൻസരി ഉസ്താദ് എടുത്തുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാം. DC ആയി പോയതാണ്. ഒരു ജിന്ന് വിഷയം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരും.
ആളുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. പെട്ടെന്ന് ഒരു ജിന്നിന്റെ വിഷയത്തിലേക്ക് കടന്നപ്പോഴുള്ള അപ്പോ ഞാൻ എവിടെ നിന്നാണ് ഞാൻ DC ആയതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ അധികം മുന്നോട്ട് പോണില്ല, അധികം പിന്നോട്ട് പോണില്ല. പിന്നെ അവിടെ ആ ചുട്ടുപൊള്ളുന്ന മണലിൽ പിന്നെ ആളുകൾ കമ്പിളി പുതപ്പ് ഉപയോഗിച്ച് നട്ടുച്ച സമയത്ത് പുതച്ച് മൂടിക്കിടന്നുറങ്ങും, ഷർട്ട് പോലൂടാതെ. എന്താണ് അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്നത് അല്ലാഹു അഅലം. അല്ലാഹു അല്ലാതെ ഒരാൾക്കും അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് അറിയില്ല. അവരുടെ ശരീരത്തിന് പൊള്ളലേൽക്കുകയോ വ്രണമേൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവര് നല്ല AC റൂമിൽ കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങുന്നത് കാണാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിൽക്കാൻ കഴിയില്ല. ഞാൻ ഈ പറയുന്നത് അനുഭവമാണ്. ഏതൊരാൾക്കും നാട്ടിൽ പോയി വീട്ടിൽ കിടന്നുറങ്ങുന്നതിന് പകരം ഒന്ന് പോയി നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാന്മാർക്ക് ചെയ്തു കൊടുത്ത ഫള് നോക്കിക്കാണാൻ സാധിക്കും. അതേപോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാത്തുഷയുടെ മഖബറയുടെ ചാരെ ജിന്നുബാധയേറ്റ ഒരാൾ വന്നാൽ അയാളുടെ ശരീരത്തിൽ ആ ജിന്നിന്, ആ ശൈത്താന് നിലനിൽക്കാൻ സാധ്യമല്ല, ഇളകാൻ തുടങ്ങും. അങ്ങനെ ഇളകുന്ന ആളുകളെ നിങ്ങളവിടെ കാണണം. സ്ത്രീകളാണെങ്കിൽ അവരുടെ ഔറത്ത് പോലും പുറത്തു വരില്ല. ഔറത്ത് പുറത്തു വരില്ല എന്ന് മാത്രമല്ല, ഈ സ്ത്രീകൾ അവരുടെ ഹിജാബ് പോലും ധരിച്ചിട്ടുണ്ടാവും. മുഖമക്കന പോലും ധരിച്ചുകൊണ്ട് ആണ് ഈ സ്ത്രീകൾക്ക് ഇളക്കം സംഭവിക്കാറുള്ളത്. പക്ഷേ ഇബ്രാഹിം ബാത്തുഷയെ അവർ ധാരാളം ആക്ഷേപിക്കും. അവരല്ല, ശൈത്താൻ. അങ്ങനെ മിനിറ്റുകളോ മണിക്കൂറുകളോ ആ അവസ്ഥ തുടരുമ്പോ അവരുടെ ശരീരം കൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനം കണ്ടാൽ ഒരു സ്വയബുദ്ധിയോടെ ഒരു മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ അയാൾ മരിച്ചുപോകും. അതിനു മാത്രം പീഡനങ്ങൾ അവരുടെ ശരീരത്തിന് ഏൽപ്പിക്കപ്പെടാറുണ്ട്. അവർ സ്വയം, ആരും അടിക്കേ കുത്തിയൊന്നല്ല, അവർ സ്വയം തൂണുകളിലും ചുമരുകളിലും അവരുടെ ശരീരവും തലയും നെഞ്ചും പോയി ഇടിക്കുകയും അങ്ങനെ മിനിറ്റുകളോ മണിക്കൂറുകളോ നീണ്ടാൽ അവരുടെ ആ ബാധ ശരീരത്തിൽ നിന്ന് ഒഴിവാവുകയും സുന്ദരമായി തിരിച്ചു പോവുകയും ചെയ്യുന്ന കാഴ്ച സുബ്ഹാന ജല്ല ജലാലു. ഇതൊക്കെ ഞാൻ സാന്ദർഭികമായാണ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് കാണണം, നോക്കിക്കാണണം. ജിന്നുകളെയും ജിന്ന് ബാധയെയും കുറിച്ച് സംശയമുള്ള ആളുകൾക്കൊക്കെ സ്വകാര്യമായിട്ട് ഒറ്റക്കൊന്ന് പോയിട്ട് നോക്കി നിന്ന് കാണണം. എന്നിട്ട് നിഷ്പക്ഷമായി കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചാൽ അയാൾക്കൊരു മാറ്റം വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മയും അഹ്ലുകാരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ഏതായാലും ഞാനത് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഈ ജിന്നിന്റെ ഉപദ്രവം, ശൈത്താന്റെ ഉപദ്രവം മനുഷ്യർക്ക് ഏൽക്കാതിരിക്കാൻ സ്ത്രീകൾ ബാധിക്കാറുള്ളത്, ശൈത്താന്റെ ഷർറ് സ്ത്രീകളിലൊക്കെ കൂടുതൽ കേൾക്കാറുണ്ട്. അതിന് കാരണവുമുണ്ട്. സമയത്ത് അതേപോലെ അസമയങ്ങളിലൊന്നും സ്ത്രീകളെ തനിച്ച് കുളിക്കാൻ വിടാറില്ല. ഇന്ന് പിന്നെ കുളിയും കഴിക്കലും ഒഴിക്കലും ഒക്കെ ഒരു സ്ഥലത്തായതുകൊണ്ട് അത് ആരും അത്ര കണിശത പാലിക്കാറില്ല. മുമ്പ് അങ്ങനെയല്ല. കിണറ്റും കരയിലോ അല്ലെങ്കിൽ കുളത്തിലോ പോയി കുളിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ഉമ്മമാർ കണിശമായും അസമയത്തുള്ള കുളിയെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. അതിന്റെ കാരണം അവർക്ക് ഈ വിഷയങ്ങളൊക്കെ അറിയുന്നത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊരു മറുമരുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് സിത്റു മാ ബൈന അയുനിൽ ജിന്നി വൽ ഔറാത്തി ബനി ആദം. മനുഷ്യരുടെ നഗ്നതയുടെയും ജിന്നുകളുടെ കണ്ണുകൾക്കും ഇടയിലുള്ള മറ. ഇദാ നസഉ സിയാബഹും, അവരുടെ വസ്ത്രങ്ങൾ അവർ ഊരിമാറ്റുമ്പോൾ അയ്യഖൂലു, അവർ പറയലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടൊരാൾ വസ്ത്രം ഊരിയാൽ ജിന്നുകളുടെ കണ്ണുകളെ തൊട്ട് അയാളുടെ ഔറത്ത് മറക്കപ്പെടുമെന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഏത് രംഗത്തും നമുക്ക് ഉപയോഗിക്കേണ്ട ആയുധമാണ്. ഏത് രംഗത്തും ബിസ്മി ചൊല്ലലോടുകൂടെ അയാളുടെ ആത്മീയമായി അയാൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഒരാൾ വുളൂ ചെയ്യുന്ന അയാൾ വുളൂ ചെയ്താൽ അയാളുടെ അംഗങ്ങൾ ശുദ്ധിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തവല്ലഅ വലം യദ്കുർ ഇസ്മല്ലാഹ്, ഒരാൾ വുളൂ ചെയ്തു അയാൾ ബിസ്മി ചൊല്ലിയില്ല എങ്കിൽ കാന തുഹൂറൻ ലിതിൽകൽ അഅ്ളാഹ്, ബിസ്മി ചൊല്ലാത്തവന്റെ വുളൂ അവന്റെ അവയവങ്ങളെ അംഗങ്ങളെ ശുദ്ധിയാക്കുന്നതാണ്. അംഗങ്ങൾ ശുദ്ധിയാകും. എന്നാൽ വമൻ തവല്ലഅ വദകറ ഇസ്മല്ലാഹി തആല, ആരെങ്കിലും വുളൂ ചെയ്യുകയും അല്ലാഹുവിന്റെ ഇസ്മ പറയുകയും ചെയ്താൽ, ബിസ്മി ചൊല്ലിക്കൊണ്ട് വുളൂ ചെയ്താൽ, കാന തുഹൂറൻ ലിജമീഇ ബദനിഹി, അയാളുടെ ശരീരം മുഴുവനും വൃത്തിയാകുന്നതാണ്. അയാളുടെ ശരീരത്തിന്റെ ഉള്ളും പുറവുമൊക്കെ ശുദ്ധിയാകും. അപ്പോൾ മനുഷ്യന്റെ പരിചയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജിന്നുകളുടെ ശർറിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്കുള്ള പരിചയാണ് ബിസ്മി. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, നമ്മുടെ ജോലികളിൽ, നമ്മുടെ ഇടപാടുകളിൽ, ഏർപ്പാടുകളിൽ, ക്രയവിക്രയങ്ങളിൽ നമുക്കുള്ള ബറക്കത്തും നിഅമത്തുമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതേപോലെ തന്നെ ആത്മീയമായി നമ്മുടെ ശരീരത്തിന്റെ ഉള്ളും പുറവും ശുദ്ധീകരിക്കുവാനുള്ള ശുദ്ധീകരണ വസ്തുവുമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതേപോലെ ഒരുപാട് പ്രത്യേകതകൾ. ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് മജൂസികളായ ആളുകൾ, തീയാരാധകരായ ആളുകൾ വന്നിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ത്വലബ ബഅ്ദുഹും ആയത്തൻ മിൻ ഖാലിദ് ബിൻ വലീദ്, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു അടയാളം, ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു. ഫഖാല, ആ മജൂസി പറഞ്ഞു, ഇന്നക തദ്ദഇൽ ഇസ്ലാം ഫഅരിനാ ആയത്തൻ, നീ മുസ്ലിമാണ് എന്ന് വാദിക്കുന്നുണ്ട്, ഇസ്ലാമാണ് ശരി എന്ന് വാദിക്കുന്നു, മുസ്ലിമാണെന്ന് വാദിക്കുന്നു, ഞങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. ശരി, എങ്കിൽ ഞങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം കാണിച്ചു താ, ഞങ്ങൾക്കൊരു അടയാളം കാണിച്ചു താ, ദീനാണ് ശരി, ഇസ്ലാമാണ് ശരി എന്നതിനൊരു അടയാളം കാണിച്ചു താ, കറാമത്ത് കാണിച്ചുകൊണ്ടാ എന്ന്. ഫഖാല, ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് അടയാളം കാണിച്ചു തന്നാൽ ഞങ്ങൾ മുസ്ലിമാവാനാ പറഞ്ഞു. തൂനി ബിസ്സുമ്മിൽ ഖാതിൽ, ആളുകളെ കൊല്ലുന്ന വിഷം എനിക്ക് കൊണ്ടുവന്നു തരൂ, ആളുകളെ കൊല്ലാൻ പാകപ്പെട്ട വിഷം എനിക്ക് കൊണ്ടുവന്നു തരൂ, കുടിച്ചാൽ മരിക്കുന്ന വിഷം കൊണ്ട്. അദ്ദേഹം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ വിഷം മുഴുവൻ കഴിക്കുകയും അദ്ദേഹം ഒരു കേടുമില്ലാതെ വിഷബാധയേൽക്കാതെ സുരക്ഷിതനായി നിൽക്കുകയും ചെയ്തു. അപ്പോ ആ മജൂസി പറഞ്ഞു, ഹാദാ ദീനുൽ ഹഖ്, ഇത് യഥാർത്ഥ ദീൻ തന്നെയാണ് എന്ന് ആ മജൂസി പറയുകയുണ്ടായി. ഇങ്ങനെ ബിസ്മിയുടെ ഫളായിലും ശ്രേഷ്ഠത ഒരുപാട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ ദിക്റിനെ ആദരിച്ചതിന്റെ പേരിൽ മഹാന്മാരായ മഹത്വത്തിന്റെ മഹോന്നത പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹം ആരിഫീങ്ങളിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ മഹത്വമായി പറയുന്നത്, ഇന്നും അദ്ദേഹത്തിന്റെ നാമം ലോക പ്രശസ്തമാണ്. അദ്ദേഹം ഒരു പ്രവാചകനല്ല, അദ്ദേഹം ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ചക്രവർത്തിയല്ല. പിന്നെയോ അദ്ദേഹത്തിന്റെ പേര്, നാമം ലോക പ്രശസ്തമാണ്. എന്താ കാരണം? ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റഅ ബിശ്റുൽ ഹാഫി ഖാഇദൻ മക്തൂബൻ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിശ്റുൽ ഹാഫി എന്ന് പറയുന്ന മഹാൻ ഒരു ദിവസം നടന്നു പോകുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതിയ ഒരു കടലാസ് കഷ്ണം അദ്ദേഹം കണ്ടു. ഫറഫഅഹു,
അദ്ദേഹം അത് എടുത്തു ഉയർത്തി വതയ്യബഹു ബിൽ മിസ്ക്, അദ്ദേഹം പിന്നെ കടലാസ് കഷ്ണം ഉയർത്തുകയും സുഗന്ധം പൂശുകയും ചെയ്തു, കസ്തൂരി കൊണ്ട് സുഗന്ധം പൂശുകയും ചെയ്തു. അങ്ങനെ അതിനെ ആദരിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതപ്പെട്ട പേപ്പറല്ലേ, അതിനെ ആദരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പ്രവർത്തനം ചെയ്തത്. ഫറഅ ഫിൽ മനാം, അന്ന് രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കാണുകയുണ്ടായി. എന്താണ് സ്വപ്നം? ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറയാണ്, ഒരു അശരീരി, യാ ബിശ്ർ طيبت اسمنا فنحن نطيب اسمك في الدنيا والآخرة. ബിശ്റുൽ ഹാഫി എന്നവരെ പിന്നെ നിങ്ങൾ സുഗന്ധം പൂശിയിരിക്കുന്നു, അതുകൊണ്ട് നുതയ്യിബു ഇസ്മക ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അങ്ങയുടെ നാമത്തെയും നാം സുഗന്ധം പൂശുന്നതാണ് എന്ന ഒരു അശരീരി അദ്ദേഹത്തിന് കേൾക്കാനിടയായി. അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മഹത്വം ലോകപ്രസിദ്ധമാകുന്നതും പ്രശസ്തനാകുന്നതും. ഇങ്ങനെ രേഖകളും ദിക്റും, പക്ഷേ അതിന്റെ പ്രാധാന്യം കൊണ്ട് ഏറ്റവും മഹത്തായ ദിക്ർ, എല്ലാ കാര്യങ്ങൾക്കുമുള്ള മിഫ്താഹ്. ഇനി ഞാൻ ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർകൾ അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ ഉദ്ധരിച്ച ഒരു സംഭവം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഞാൻ നിങ്ങൾ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് ബഹുമാനപ്പെട്ട മസീഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് ഒരു ഖബർ ദർശിക്കാനിടയായി, ഒരു ഖബർ കാണാൻ സാധിച്ചു. അപ്പോൾ ആ ഖബറിലുള്ള ആൾ അതിക്രൂരമായി കഠോരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നരകശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖബറാളി വല്ലാതെ ക്രൂരമായി നരകശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അദാബ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈസ നബി അലൈഹിസ്സലാം നടന്നുപോയി, യാത്ര തുടർന്നു. ദിവസങ്ങൾക്ക് ശേഷം ഈസ നബി അലൈഹിസ്സലാം അതേ വഴി തിരിച്ചു വന്നപ്പോൾ സ്വാഭാവികമായും ഈ ഖബർ അദ്ദേഹം ശ്രദ്ധിക്കുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്, ഈസ നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടുപോയി, ആശ്ചര്യപ്പെട്ടുപോയി. എന്താ കാരണം? അങ്ങോട്ട് പോകുമ്പോൾ അതികഠോരമായ അദാബ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഖബറാളി ഇപ്പോഴിതാ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു, സ്വർഗീയ സുഖങ്ങളും സൗകര്യങ്ങളും നിഅമത്തുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈസ നബി അലൈഹിസ്സലാം വല്ലാതെ അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്തു, ഇതിന്റെ ഹിക്മത്ത് ഒന്ന് പറഞ്ഞു തരാൻ. ഈസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു, ഈസ നബിയെ, നിങ്ങളാ കണ്ട ഖബറാളി അയാളുടെ ജീവിതകാലത്ത് ഒരു നന്മയും ചെയ്യാത്ത ദോഷിയായ മനുഷ്യനാണ്. നന്മ ഒന്നും അയാളിൽ നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതികഠോരമായ അദാബിന് അയാൾ അർഹനുമായിരുന്നു. പക്ഷേ അയാൾ മരണപ്പെട്ടു പോരുമ്പോൾ അയാളുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. അങ്ങനെ ആ പെണ്ണ് ആ കുട്ടിയെ പ്രസവിക്കുകയും നല്ല നിലയിൽ വളർത്തുകയും ഒരു ഗുരുനാഥന്റെ മുന്നിൽ കൊണ്ടുപോയി ആക്കുകയും ആദ്യമായി ആ ഉസ്താദിൽ നിന്ന് ആ കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന എന്റെ നാമം ഏറ്റുപറയുകയും ചെയ്തു. എന്റെ നാമം ആ കുട്ടി ഉച്ചരിച്ചപ്പോൾ ദോഷിയാണെങ്കിലും ഈ കുട്ടി ഉണ്ടാവാൻ ഒരു കാരണക്കാരനാണല്ലോ അയാൾ, അയാളുടെ മകനാണല്ലോ എന്റെ നാമം ഉച്ചരിക്കുന്നത്, ബിസ്മി ചൊല്ലിയിരിക്കുന്നത്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഭൂമിയിൽ വെച്ച് പറഞ്ഞ കുട്ടിയുടെ പിതാവിനെ ഖബറിൽ വെച്ച് ശിക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിച്ചു ഈസ നബിയെ. അതുകൊണ്ട് ഞാൻ അയാൾക്ക് പുറത്തു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സകല ദോഷങ്ങളും അഫൂ ചെയ്തു കൊടുത്തു. മകൻ ബിസ്മി ചൊല്ലിയതിന്റെ ഫലമായിട്ട്. ഒരു ബിസ്മി ചൊല്ലിന് ഇത്രമാത്രം. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്റിന്റെ വലുപ്പം. ഈ ദിക്റിന്റെ വലുപ്പമാണ്. ഈ ദിക്ർ ഒരാൾ പതിവാക്കി ഇത് എല്ലാ കാര്യത്തിലുമുള്ള ഇഫ്താഹാക്കിയാൽ അയാൾക്ക് 4 നദികളിൽ നിന്നും കുടിപ്പിക്കപ്പെടും. ഒരു സംശയവും ആ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാനിനി ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളിലും എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു മനുഷ്യൻ അവന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയം, ആ സമയത്ത് അവൻ ജിമാഅ് തുടങ്ങുന്നതിന്റെ മുമ്പ് ബിസ്മി ചൊല്ലിക്കൊണ്ട് വേണം തുടങ്ങാൻ, അല്ലേ? അപ്പോ അതിന്റെ ഗുണം ആ കുട്ടിയിൽ കാണും. ബിസ്മി ചൊല്ലാത്ത ബന്ധത്തിലുണ്ടായ മകനിൽ ഒരു പിശാച് ബാധയുണ്ടാവും. അതൊരു ശൈത്താൻ കുട്ടിയായി, ഒരു കുരുത്തം കെട്ടവനായിട്ടാണ് അതിനെ കാണുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മറക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണത്, ജിമാഇന്റെ സമയം. ബിസ്മി ചൊല്ലാൻ പലപ്പോഴും ഓർമ്മ ഉണ്ടായിക്കോണമെന്നില്ല. ഒരു പക്ഷെ കഴിഞ്ഞ് കുളിക്കാൻ പോകുമ്പോഴേക്കാരം ബിസ്മി ചൊല്ലിയിട്ടില്ലല്ലോ എന്ന് ഓർമ്മയാകുക. അത് അങ്ങനെയുള്ള ആളുകൾക്ക്, ദീനുമായി ദിക്റുമായി ബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ ആ സമയത്തും അതാണ് അവൻ ഓർമ്മയാവുക. അത് ശ്രദ്ധിക്കണം. ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ദിക്ർ ചൊല്ലിയേ പറ്റൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ ഈ ദിക്ർ അവൻ ചൊല്ലിയേ പറ്റൂ. അതേപോലെ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ വജന്നിബി ശൈത്താന ഫീമാ റസഖതനാ, അല്ലേ? ഈ ദുആ, ഈ ദിക്ർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. ആർക്കാ അതിനൊക്കെ നേരം? ദീനുമായി വാടെ അകന്ന് പോയി പുതിയ തലമുറയുടെ ഫാഷൻ എന്ന് പറയുന്നത് വല്ലാതെ ലജ്ജിച്ച് തല താഴ്ത്തിപ്പോകും, അല്ലേ? ലജ്ജിച്ച് തല താഴ്ത്തിപ്പോകും. ബ്ലൂ ഫിലിമിന്റെ സീഡിയും നഗ്ന ചിത്രങ്ങളും കണ്ടുകൊണ്ടാണ് പലരും ഭാര്യയെ സമീപിക്കുന്നത്. അതിലുള്ള രീതികൾ തന്റെ ഭാര്യയിൽ പ്രാവർത്തികമാക്കുകയാണ് പലരും ചെയ്യുന്നത്. ഈ അവസ്ഥയിലേക്കാണ് നമ്മുടെ യുവാക്കളുടെ പോക്ക്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ആ രീതിയിലുള്ളവരാണെന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ആ രീതിയിലുള്ള ഒരു കൗമും ഈ ഭൂമി ലോകത്തുണ്ട്. നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും അത്തരക്കാരിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതേപോലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, അവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന സമയം. കുഞ്ഞിന് മുല കൊടുക്കുന്ന സമയം ഏതൊരു ഉമ്മയും ബിസ്മി ചൊല്ലിക്കൊണ്ട് വേണം കുഞ്ഞിന്റെ വായിലേക്ക് മുല കൊടുക്കാൻ ഒരുങ്ങാൻ. ബിസ്മി ചൊല്ലിക്കൊണ്ട് വേണം കുഞ്ഞിന് മുല കൊടുക്കാൻ. ബിസ്മി ചൊല്ലാതെ കുഞ്ഞിന് മുല കൊടുക്കരുത്. ഒരുപാട് അനർത്ഥങ്ങൾ അതിന്റെ പിന്നിലുണ്ടാവും, അപകടങ്ങളുണ്ടാവും. ബിസ്മി ചൊല്ലിക്കൊണ്ട് വേണം കുഞ്ഞിന് മുല കൊടുക്കാൻ. ആ കുഞ്ഞിന്റെ വായിലും ആ കുഞ്ഞിന്റെ വയറ്റിലും രക്തത്തിലും അലിഞ്ഞു ചേരുന്നത് ബിസ്മി ചൊല്ലപ്പെട്ട മുലപ്പാലാവട്ടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. സഹോദരിമാർ അത് ശ്രദ്ധിക്കണം. സഹോദരന്മാർ അവരുടെ ഭാര്യമാരെ ഇത് ഉപദേശിക്കണം. ബിസ്മി ചൊല്ലണം. കുട്ടിക്ക് മുല കൊടുക്കുമ്പോൾ നിർബന്ധമായി ബിസ്മി ചൊല്ലണം എന്ന് കണിശമായി ഭാര്യമാരോട് ഉപദേശിക്കണം, പറയണം. അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലാത്തവന്റെ കൂടെ പിശാച് ഭക്ഷണത്തിനിരിക്കുന്ന, ബിസ്മി ചൊല്ലാത്തവന്റെ കൂടെ പിശാച് ജിമാഇൽ പങ്കാളിയാകും. സുബ്ഹാനല്ലാഹ്. ജിമാഅ് ചെയ്യുമ്പോൾ, ബന്ധപ്പെടുമ്പോൾ, ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ബിസ്മി ചൊല്ലാത്തവന്റെ കൂടെ പിശാച് അവന്റെ കൂടെ സംയോഗം ചെയ്യുന്നു. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്നവന്റെ കൂടെ പിശാച് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കുന്നത് മനുഷ്യന് ശരീരം പുഷ്ടിപ്പെടാനാണ്. പുഷ്ടിപ്പെടുക എന്ന് പറഞ്ഞാൽ ശരീരം തടി കൂടാന്നല്ല, പിന്നെ ആരോഗ്യം ഉണ്ടാവുക. ആരോഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? മസിൽ വലുതാകുക എന്നല്ല, രോഗം ഇല്ലാതിരിക്കുക.
മസിൽ വലുതാകാൻ ജിമ്മിന് പോയാൽ മതി. ജിമ്മിന് പോയിട്ട് ഓന് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഓൻ ആരോഗ്യവാനാന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇല്ലേ? ജിമ്മിന് പോയി ഒരുത്തം മസിലൊക്കെ വലിയ മസിലാക്കി ഇങ്ങനെ ആ ടൈറ്റ് മറ്റേ ഷർട്ട് ടീഷർട്ടൊക്കെ ഇട്ട് നടന്നാൽ അവൻ ഭയങ്കര ആരോഗ്യവാനാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അവന് ബ്ലഡ് ക്യാൻസർ ഉണ്ടാവും. ഉണ്ടെങ്കിൽ കേട്ടോ, അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ. അല്ലെങ്കിൽ വേറെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ബാസൂർ ഉണ്ടായാൽ പോരെ, ഓ രോഗിയല്ലേ. നമ്മൾ മൂലക്കുരു എന്ന് പറയുന്ന അസുഖം ഉണ്ടെങ്കിൽ പോലും അവൻ ആരോഗ്യവാനല്ല, പിന്നെ അവൻ രോഗിയാണ്. അള്ളാഹു താല എല്ലാവിധ രോഗങ്ങളെ തൊട്ടും നമ്മയും അഹ്ലുകാരെയും കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഭക്ഷണം കഴിക്കുന്നത് ശരീരം പുഷ്ടിപ്പെടാനാണ്, ആരോഗ്യം ഉണ്ടാവാനാണ്. ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ഭക്ഷണം അതിന്റേതായ രീതിയിൽ ചെല്ലണം. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ച് ശീലിച്ചാൽ ആ ഭക്ഷണം കൊണ്ട് പല രോഗവും ഉണ്ടാവും. കാരണം പിശാച് അവന്റെ കൂടെ ഭക്ഷണത്തിൽ പങ്കാളിയാകുന്നു. അതേപോലെ വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിലൊരു സമാധാനമല്ല, ഒരു സന്തോഷമല്ല, വെറും പ്രശ്നങ്ങളാണ്. വീടിന്റെ ഉള്ളിൽ കയറിയാൽ തിരിച്ചു ഉടനെ ഇറങ്ങിപ്പോരാൻ തോന്നുകയാണ് ഭർത്താവിന്. ആ രോഗമൊക്കെ മാറും. ബിസ്മി ചൊല്ലിയിട്ട് അകത്തേക്ക് കയറ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് വീടിന്റെ പടി ചവിട്ട്. അപ്പോൾ ആ വീട് നിനക്ക് സന്തോഷമായി മാറും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അങ്ങനെ തന്നെ. വായനയുടെ സമയം, പഠനത്തിന്റെ സമയം, അല്ലേ? കുട്ടിക്ക് എത്ര പഠിച്ചാലും കുട്ടിക്ക് തലയിൽ കയറുന്നില്ല. ഉമ്മാക്ക് വലിയ പരാതിയാണ്. ബിസ്മി ചൊല്ലിയിട്ട് വായിക്കാൻ പറയും കുട്ടിയോട്, ബിസ്മി ചൊല്ലിയിട്ട് പഠിക്കാൻ പറ. ബിസ്മി ചൊല്ലി കുട്ടി പഠനം തുടങ്ങട്ടെ. അപ്പോൾ ഒക്കെ തലയിൽ കയറും. ആ പഠനം കൊണ്ട് ബറക്കത്തും ഉണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. കച്ചവടക്കാര് അവരുടെ കടയിലേക്ക് കയറുമ്പോൾ, കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, സാധനങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ, കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് നിങ്ങൾ സാധനം കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊടുക്ക്. അവരിൽ നിന്ന് ക്യാഷ് വാങ്ങുമ്പോൾ ബിസ്മി ചൊല്ലി വാങ്ങ്. അപ്പോൾ ആ കാശ് കൊണ്ട് ബറക്കത്തുണ്ടാവും. ആ കടയിൽ ബറക്കത്തുണ്ടാകും. കടയിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി, കച്ചവട റാഹത്താകാൻ വേണ്ടി ദുആ എന്നിട്ട് മാത്രം കാര്യമില്ല, പിന്നെ ബറക്കത്തുണ്ടാവേണ്ട പണി നമ്മൾ കുറെ എടുക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ 24 മണിക്കൂറും ഓരോ വിഷയങ്ങൾക്കുമുള്ള നമ്മുടെ ഒരു അവയവം പോലെ നമ്മൾ കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു ദിക്റാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ അബദ്ധങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അഫൂ ചെയ്യട്ടെ. ദിക്റ് കൊണ്ട് നമ്മുടെ നാവും ചുണ്ടും സദാ സജലങ്ങളാവാനും, ദിക്റ് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അഹ്ലുകാർക്കും തൗഫീഖ് ചെയ്യട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും ഒരുപാട് അനർത്ഥങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അതൊക്കെ അഫൂ ചെയ്തു തരട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ദുആ വസിയത്ത് ചെയ്തവർ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ എല്ലാവർക്കും നിന്റെ മഗ്ഫിറത്തിനെ നീ വിശാലമാക്കണേ അല്ലാ. നിന്റെ മഗ്ഫിറത്തിനെ നീ വിശാലമാക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങൾക്ക് നീ അഫൂ ചെയ്യണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ രോഗികളായ പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. രോഗം കൊണ്ട് വിഷമിക്കുന്ന പലരും ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. റഹ്മാനായ റബ്ബേ, എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള, വളരെ വേണ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, സുന്ദരനായ ഒരു യുവാവ്, റഹ്മാനായ റബ്ബേ, അദ്ദേഹം ബ്ലഡ് ക്യാൻസറിന്റെ പിടിയിൽ അകപ്പെട്ടിട്ടുണ്ട്, അവിവാഹിതന്. റഹ്മാനായ റബ്ബേ, ആ സുഹൃത്തിന് നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. പരിപൂർണ ശിഫ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഹബീബായ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ആ സുഹൃത്തിന് നീ പരിപൂർണ ശിഫയും ആഫിയത്തും നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, കഴിഞ്ഞ ദിവസം 40 വയസ്സുള്ള ഒരു യുവാവ് പെട്ടെന്ന് നാട്ടിലേക്ക് ലീവിന് പോയി. ഉമ്മാന്റെ കൂടെ ബാക്കി ശിഷ്ടകാലം ജീവിക്കണം, ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് ജീവിച്ച ആളാണ്, ഉമ്മാന്റെ കൂടെ ജീവിക്ക എന്ന് പറഞ്ഞ് നാട്ടിൽ പോയി കൂടി. എഞ്ചിനീയറാണ് അദ്ദേഹം. പെട്ടെന്ന് അദ്ദേഹത്തിനൊരു പനി വരികയും
അരയുടെ താഴ്ഭാഗം തളരുകയും 3-ാമത്തെ ദിവസം അയാൾ മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എന്നോടൊരാൾ ദുആ ചെയ്യാൻ പറഞ്ഞു, ഉസ്താദെ അവർക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന്, അവരുടെ കരച്ചിൽ സഹിക്കാൻ കഴിയുന്നില്ല എന്ന്. റഹ്മാനായ റബ്ബേ, ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാ. ആ സഹോദരിക്കും കുഞ്ഞുമക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അഹ്ലുകാർക്കും ഹൃദയത്തിന് നീ അടക്കവും ശാന്തിയും നൽകണേ തമ്പുരാനെ. അവർക്ക് നീ ക്ഷമ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അദ്ദേഹത്തിന്റെ വിയോഗം മൂലം ആ കുടുംബത്തിനുണ്ടായ വിഷമങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാ. ഞങ്ങളെയും അഹ്ലുകാരെയും അത്തരം ദുരന്തങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, നിരവധി ആളുകൾ ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഭാര്യമാരുടെ അസുഖം സുഖപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞവർ, മാതാപിതാക്കളുടെ രോഗശമനത്തിന് ദുആ ചെയ്യാൻ പറഞ്ഞവർ, കുട്ടികളുടെ രോഗശമനത്തിന് ദുആ ചെയ്യാൻ പറഞ്ഞവർ, അങ്ങനെ നിരവധി ആളുകൾ പലരുടെയും രോഗശമനത്തിന് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാവരെയും നീ അറിയുന്നവനാണ് റഹ്മാനായ റബ്ബേ. എല്ലാവരുടെയും ശാരീരികമായ വിഷമങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും അഹ്ലുകാരെയും നീ കാക്കണേ അല്ലാ. ക്യാൻസർ പോലുള്ള, എയ്ഡ്സ് പോലുള്ള, വെള്ളപ്പാണ്ട്, കുഷ്ഠം പോലുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ. അത്തരം രോഗങ്ങളുടെ പിടിയിൽ ഞങ്ങളെയോ അഹ്ലുകാരെയോ അകപ്പെടുത്തല്ലേ അല്ലാ. അത്തരം രോഗങ്ങളുടെ വല്ല അസറും ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ നിന്റെ മഹ്ലായ ഫضല് കൊണ്ട് റഹ്മാനായ റബ്ബേ, നീ അതൊക്കെ തട്ടിമാറ്റി ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. നിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സോടുകൂടെയുള്ള ആഫിയത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പല ആളുകളുടെയും മാതാപിതാക്കളൊക്കെ മരിച്ചു, മൺമറഞ്ഞു പോയി. പലരുടെയും മാതാപിതാക്കൾ ഇന്നും ഹയാത്തിലുണ്ട്, പക്ഷെ അവർ വൃദ്ധരാണ്. റഹ്മാനായ റബ്ബേ, വാർദ്ധക്യ സഹജമായ വേദനകളും വിഷമങ്ങളും അവർക്കുണ്ട്. റഹ്മാനെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ശാരീരികമായ എല്ലാ വിഷമതകളെയും നീ ശിഫയാക്കി ദീർഘായുസ് നൽകണേ തമ്പുരാനെ. ദീർഘകാലം ഞങ്ങൾക്ക് അവർക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി ജീവിതത്തിന്റെ സിംഹഭാഗവും ഹോമിച്ച് തീർത്തവരാണവർ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെക്കൊണ്ട് അല്പകാലമെങ്കിലും തിരിച്ച് അവർക്ക് ഗുണം ചെയ്യാനും അവരെ സന്തോഷിപ്പിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മാതാപിതാക്കളോട് പിണങ്ങി നിൽക്കുന്ന ഭാര്യമാരുടെയോ മറ്റോ അതല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളുടെയോ സ്വത്തിന്റെയോ ഒക്കെ കാരണമായി മാതാപിതാക്കളോട് അകൽച്ച പാലിച്ച് പിണങ്ങി നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് നീ ബോധം നൽകുകയും മസ്ലഹത്താക്കുകയും ചെയ്യണേ തമ്പുരാനെ. മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവും നേടി ആക്തിബത്ത് നന്നാകുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അവരുടെ മാനസിക വിഷമങ്ങൾ കൊണ്ട് ആക്തിബത്ത് ചീത്തയാകുന്നവരിൽ ഞങ്ങളെ ഒരാളെയും നീ ഉൾപ്പെടുത്തല്ലേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ സാമ്പത്തികമായി വലിയ ബാധ്യതകളുള്ളവരാണ്. കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ മുഴുവൻ കടങ്ങളെയും നീ വീട്ടി അവർക്ക് നീ ഖൈറും സലാമത്തും നൽകണേ തമ്പുരാനെ. കടത്തോടുകൂടെ ഒരാളെയും നീ മരിപ്പിക്കല്ലേ അല്ലാ. അവസാന ശ്വാസം വലിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ഹക്കടപാടുകളും തീർക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ പലർക്കും സഹോദരിമാരും പെൺമക്കളുമായി വിവാഹപ്രായം എത്തി നിൽക്കുന്നവരും കഴിഞ്ഞു നിൽക്കുന്നവരുമായി നിരവധി ആളുകളുണ്ട്. പല വീടുകളിലും അതിന്റെ പേരിൽ തോരാത്ത കണ്ണുനീരാണ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ സഹോദരിമാർക്ക് പെൺമക്കൾക്ക് അനുയോജ്യരായ സ്വാലിഹീങ്ങളായ ആലിമീങ്ങളായ ഭർത്താക്കന്മാരെ നൽകണേ അല്ലാ. സൗന്ദര്യത്തിന്റെയോ സമ്പത്തിന്റെയോ എന്ത് തടസ്സമാണെങ്കിലും അവരുടെ വിവാഹത്തിന് തടസ്സമായി നിൽക്കുന്ന മുഴുവൻ തടസ്സങ്ങളെയും നീ തട്ടിമാറ്റണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ജീവിക്കുന്ന കാലമത്രയും നിന്റെ ദീനിനും ഇൽമിനും ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനെ, നാഫിയായ ഇൽമും ഈമാനും തഖ്വയും ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ഇൽമിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ.
ജോലികളിലും ബിസിനസ്സുകളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും ഭാര്യമാരിലും മക്കളിലുമൊക്കെ നീ ബറക്കത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങൾ മഈശത്ത് തേടി കടൽ കടന്നു വന്നവരാണ്. ഇവിടെ വെച്ച് ഞങ്ങളെ നീ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ, രോഗികളാക്കല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ അഹ്ലുകാരിലേക്ക് സന്തോഷത്തോടെ തിരിച്ചു ചെല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അവരിലേക്ക് ഞങ്ങളുടെ ജനാസകൾ കൊണ്ടുപോവേണ്ടി വരുന്ന സാഹചര്യം ഞങ്ങൾക്കോ അഹ്ലുകാർക്കോ നൽകല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ, അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും ഞങ്ങളെയും അഹ്ലുകാരെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളിൽ പലരും, ഞങ്ങളുടെ ജേഷ്ഠാനുജന്മാരും ഞങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പല ആളുകളും വാഹനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. നേരം പുലർന്ന് വൈകുന്നേരം വരെ തിരക്ക് പിടിച്ച വീതിയിലൂടെ റഹ്മാനായ റബ്ബെ വാഹനത്തിൽ കുതിച്ചു പാഞ്ഞ് മഈശത്ത് കണ്ടെത്തുന്നവരാണ്. അവനെ നീ സലാമത്താക്കണേ അല്ലാ. അവരുടെ കണ്ണുകളും കൈകളും കാലുകളും ഒക്കെ വെറും കാരണങ്ങൾ മാത്രമാണ്. നിയന്ത്രണം നിന്നിലാണ് റഹ്മാനെ. ഞങ്ങളുടെ സഹോദരങ്ങളെ നീ കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ആലിമീങ്ങൾ, ഉസ്താദുമാർ, നേതാക്കന്മാർ, അവർക്കൊക്കെ നീ ദീർഘായുസ്സും സിഹ്ഹത്തും നൽകണേ അല്ലാ. പ്രത്യേകിച്ച് വന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ കോയക്കുട്ടി ഉസ്താദ്, അതേപോലെ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, അതേപോലെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അതേപോലെ നിരവധി ആലിമീങ്ങളും സാദാത്യങ്ങളും, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ ഖാദിയായ ബഹുമാനപ്പെട്ട ഹാഷിം തങ്ങൾ, അദ്ദേഹം ഏകദേശം ഒരു മാസമായി ICUവിലാണെന്ന് അറിയാൻ സാധിച്ചു. റഹ്മാനായ റബ്ബെ, അങ്ങനെ നിരവധി ആലിമീങ്ങളും സാദാത്യങ്ങളും രോഗികളാണ്. വാർദ്ധക്യ സഹജമായ വിഷമങ്ങൾ ഉണ്ടെങ്കിലും അവർ ദീനിന്റെ പ്രവർത്തനങ്ങളിൽ പരമാവധി സജീവമാണ്. റഹ്മാനായ റബ്ബെ, അവർക്കൊക്കെ നീ ആഫിയത്തും ദീർഘായുസും നൽകണേ അല്ലാ. ആഫിയത്തും ദീർഘായുസും നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബെ, മരണപ്പെട്ടുപോയ ഞങ്ങളുടെ നേതാക്കൾക്കും ആലിമീങ്ങൾക്കും ഞങ്ങളുടെ അഹ്ലുകാർക്കും പലരും ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് മർഹമത്തും നൽകണേ അല്ലാ. അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാ. അവരുടെ ഖബറുകളിലേക്ക് സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഹബീബായ മുത്തുനബിയോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ജീവിക്കൽ ഖൈറാകുന്നിടത്തോളം ഇസ്സത്തോടെ ജീവിച്ച് മരിക്കൽ ഖൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉറക്കെ ആവർത്തിച്ചുച്ചരിച്ച് ഞങ്ങളുടെ അവസാന ശ്വാസങ്ങളെ നീ അവസാനിപ്പിക്കണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار يا أرحم الراحمين. وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. دعاء وصية وآخر دعائي الحمد لله. السلام عليكم.